പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വചനദീപ്തിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം കാലിന് ദീപവും പാതയിൽ പ്രകാശവുമായിരിക്കണമെന്നാണ് വചനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വചനദീപ്തി എന്നും നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദീപ്തിയായിരിക്കും വചനത്തിൻ്റെ ദീപ്തി. ഹല്ലേലൂയ. അപ്പോൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമായി തോന്നിയേക്കാം. എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ഇത് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 1 കൊരിന്ത്യൻസ് 1:18 സെന്റ് പോൾ പറഞ്ഞ ഒരു വാക്യമാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശിൻ്റെ വചനം ഭോഷത്വമായി മാറുന്ന ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ഇത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നും ഇത് ദൈവത്തിൻ്റെ വചനമാണെന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നിടത്ത് അനുഗ്രഹം തുടങ്ങുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ബൈബിൾ എടുക്കാം. 1 കൊരിന്ത്യൻസിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വചനം കൃത്യമായി നമ്മളോട് പറയുകയാണ്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. എന്നാൽ ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടതാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അപ്പം ലൗകിക മനുഷ്യൻ ഈ ലൗകികമായ കാര്യങ്ങൾ തേടി കടന്നു പോകുമ്പോൾ ആത്മീയ മനുഷ്യൻ ആത്മീയമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയൂന്നുകയാണ്. അപ്പോൾ ഈ വചനം ഒന്നും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ വചനത്തിനകത്ത് ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മീയമായ അനുഗ്രഹങ്ങൾ, ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടാത്തത് കൊണ്ട് അത് ഗ്രഹിക്കാനും സാധിക്കാത്ത വിധത്തിൽ ഒരു ജനം നാശത്തിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ആത്മീയ ലോകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് കരുതി വച്ചിരിക്കുന്ന നന്മയും കരുതലുമൊക്കെ തിരിച്ചറിയാനാവാത്ത വിധം നമ്മുടെ കണ്ണുകളെ ആത്മീയമായ ഒരു അന്ധതയിലേക്ക് സാത്താനിക മണ്ഡലങ്ങൾ തള്ളിവിടുകയാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യൻസ് 4:4 സെന്റ് പോൾ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ, അതായത് സാത്താനെ സംബോധന ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ കണ്ണുകളെ അന്ധമാക്കി. എന്ന് വെച്ചാൽ എങ്ങനെ അന്ധമാക്കി? യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയാൻ പറ്റുന്നില്ല, വചനത്തിൻ്റെ ശക്തി അറിയാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രകാശത്തെ അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ആത്മീയമായ ഒരു അന്ധത ഇവരെ വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്ത് അന്ധകാര ശക്തികൾ ഒരുക്കി വെച്ചിരിക്കുന്നവ ആസ്വദിച്ച് വരാനിരിക്കുന്ന ലോകത്ത് 1 കൊരിന്ത്യൻസ് 2:9 പറയുന്നുണ്ട്, ആത്മാവ് അതായത് ദൈവത്തിൻ്റെ ആത്മാവ് കരുതി വച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല, മനുഷ്യൻ്റെ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല. ഒരു വലിയ അനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ആത്മീയമായ അനുഗ്രഹങ്ങൾ എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ അന്ധമാക്കി ഈ ലോകത്തിൻ്റെ ദേവൻ എന്താ പറയുക, ഒരു പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് മനുഷ്യനെ തള്ളിയിടുകയാണ്. രോഗങ്ങളായാലും പ്രതികൂലമായാലും ഒക്കെ നമ്മുടെ ഈ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുമ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളണം, ഇവിടെ കാണുന്ന ഈ ആകാശം മാറിയാലും നമ്മൾ അധിവസിക്കുന്ന ഭൂമി മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ ഈ വചനത്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു നന്മയും ഒരു അനുഗ്രഹവും എന്താ പറയുന്നത് നമുക്ക് ലഭിക്കത്തില്ല. ഈ ആകാശം ഇല്ലാതാകും, ഈ ഭൂമി ഇല്ലാതെയാകും, ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും നമ്മുടെ കൺമുമ്പിൽ ഇല്ലാതെയാകും. പക്ഷെ ഒരിക്കലും മാറാത്ത നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം മാംസം ധരിച്ച നസ്രായനായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം എന്താ പറയുന്നത്? യേശു പറയുക, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഇന്ന് ലോകം ബോധ്യപ്പെടേണ്ട 3 വിഷയങ്ങളാണ്. എന്താണ്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഈ 3 മേഖലകളും ഇന്ന് ലോകത്തുള്ള ജനം തിരിച്ചറിയണം, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി യേശുക്രിസ്തു പറയുന്ന 3 കാര്യങ്ങൾ ആര് വരുമ്പോഴാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ. പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്ത് പഠിപ്പിക്കും? പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും, നീതിയെക്കുറിച്ച് പഠിപ്പിക്കും, ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പം എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്ത ഒരു ലൗകിക മനുഷ്യന് ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ലെന്നാ സെന്റ് പോൾ ആദ്യം നമ്മളോട് പറയുക. അപ്പം ഇത് ഗ്രഹിച്ച് യേശു എന്തുകൊണ്ടാണ് പാപത്തെക്കുറിച്ച് അറിയണം, നീതിയെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ച് അറിയണമെന്ന് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് പറയണേ? പാപം നമ്മളെ ഇല്ലാതാക്കും, അത് നമ്മളെ ന്യായവിധിയിലേക്ക് നടത്തും. ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുക. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ? യഥാർത്ഥത്തിൽ അവിശ്വാസം ഉടലെടുക്കുകയാണ്. വിശ്വാസമില്ലാത്ത ഒരു ജനം ഇന്ന് ലോകത്ത് ഉടലെടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് അവിശ്വാസം എന്ന് പറയുന്നത് ഒരു മാരകമായ പാപമായി ഈ ലോകത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ എത്തിസവും എന്താ പറയുക ദൈവം ഇല്ലെന്ന് പറയുന്ന സാധ്യതകളൊക്കെ ഈ ലോകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? 14-ാം അധ്യായം 1-ാം വാക്യം, സങ്കീർത്തനം, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്നാ വചനം പറയുന്നത്. മൂഢൻ അല്ലെങ്കിൽ ഭോഷന പറയുന്നത് ദൈവം ഇല്ല എന്ന്. അതുകൊണ്ട് ഇന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു തലമുറയുടെ നടുവിൽ, അല്ലെങ്കിൽ അവിശ്വാസം ഇന്ന് ഒരു മാരക പാപമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ, ഒരിക്കൽ ശിഷ്യന്മാരെ നോക്കിപ്പോലും യേശുക്രിസ്തു പറഞ്ഞു, അവിശ്വാസമുള്ള തലമുറയെ എന്ന് എന്താ പറയുന്നത് വിളിക്കുന്നുണ്ട്. അപ്പം ഇത് മാറണമെങ്കിൽ, അതായത് ആത്മാവ് ഈ ഒരു സത്യം അല്ലെങ്കിൽ ഈ ഒരു ബോധ്യം ഏറ്റെടുക്കണമെങ്കിൽ, നാളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയത്തില്ല എന്ത് സംഭവിക്കുമെന്ന്. ഉത്കണ്ഠപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ബൈബിള് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം ഇങ്ങനെ ചോദിക്കുന്നു, ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിന്റെ ഒരു മുഴമെങ്കിലും നിങ്ങൾക്ക് കൂട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആഹാരത്തെപ്പറ്റി, വസ്ത്രത്തെപ്പറ്റി, അല്ലെങ്കിൽ എന്ത് ധരിക്കും, എന്ത് കുടിക്കും, എന്ത് ഭക്ഷിക്കും, ഇങ്ങനെ നമുക്ക് ആകുലതകളാണ്. ഈ ആകുലത കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുക. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവത്തിൻ്റെ രാജ്യം അത് നീതിയുള്ളൊരു രാജ്യമാണ്. ആ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക, അവൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് മത്തായിയുടെ സുവിശേഷം 6:33 നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് പറ്റുന്ന എന്താണെന്നറിയാം? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, സഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു, കൂദാശകളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്കിന്ന് വിശ്വാസമില്ലാത്ത സാധ്യതകളാണ്. കാരണം കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പള്ളി അടഞ്ഞു കിടന്നപ്പോൾ TV-യിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി വിശുദ്ധ കുർബാന കണ്ട ജനം എന്ന് ചോദിക്കുന്നു, ഇപ്പോഴും എന്തുകൊണ്ടത് തുടർന്നാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരു ജനത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈശോ നമ്മളോടൊരു കാര്യം പറയുന്നത്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എന്നിട്ട് എന്താ പറയുന്നത്? ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് ഈശോ പറയുകയാണ്. നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ടതായ കാര്യങ്ങൾ ഈ ലോകത്ത് വരും. യുദ്ധമുണ്ടാകും, ക്ഷാമമുണ്ടാകും, പട്ടിണി ഉണ്ടാകും, എന്താ പറയുക, പല പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷെ നിങ്ങൾ അസ്വസ്ഥപ്പെടരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം. പിന്നെ എന്നാ ചെയ്യണം? എന്നിലും വിശ്വസിക്കണം. അപ്പോൾ ഈ യഹൂദജനത്തോട് മാത്രമല്ല യേശുക്രിസ്തു ഇത് പറഞ്ഞത്, സകല ജനത്തോടും യേശുക്രിസ്തു ഇത് പറയണേ. എന്നിട്ട് എന്നാ പറയണേ? ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. അപ്പോൾ അതിനകത്തുനിന്ന് ഒരു നമുക്കറിയാൻ പറ്റും, യേശുക്രിസ്തുവും ദൈവവും പിതാവും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് രണ്ടാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതിങ്ങനെയാണ് പറയുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ? യേശു കള്ളം പറയത്തില്ല. എന്നിട്ട് പറയുക, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും.
ഇത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്, വാഗ്ദാനമാണ്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളോടാ ചോദിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഞാൻ പോകുന്നു, സ്ഥലം ഒരുക്കുന്നു, തിരിച്ചു വരുന്നു, നിങ്ങളെ അവിടെ കൊണ്ടുപോകുന്നു. അപ്പോൾ കർത്താവ് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു വീണ്ടും വരും. വന്നാൽ ആ വീണ്ടും വരുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കൂട്ടത്തിൽ കൊണ്ടുപോകുമോ? പോകാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിന് നിങ്ങളൊരു ഉത്തരവൊന്ന് കണ്ടെത്തിക്കേ. അപ്പോൾ ഈ പോകില്ല എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കിനെ, വചനത്തെ അവിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ പാപം നിങ്ങളിൽ പെരുകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി, പോകത്തില്ല എന്ന് തോന്നുന്നത്. അത് ഈ പോകത്തില്ല എന്നൊരു ആൻസർ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പാപം കൊണ്ടാണോ അതോ ഒരു എളിമ കൊണ്ടാണോ? എന്താ പറയുന്നത്, എങ്ങനെ പോകാനാ, പോകാനൊന്നും ആയില്ല, ഇച്ചിരി കൂടെയൊക്കെ ആകാനുണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങ് പോകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഇതാണ് അവിശ്വാസം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ യേശു പറഞ്ഞില്ലേ, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, എന്നിൽ വിശ്വസിക്ക്, ദൈവത്തിലും വിശ്വസിക്ക്, വരും, കൊണ്ടുപോകും. ഇത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നം. കർത്താവ് പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നവനല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് എന്താ പറയുന്നത്, എന്നിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. നിങ്ങൾ ധനവാന്റെയും ലാസറുടെയും ആ ഒരു കാര്യമൊന്ന് എടുത്താൽ, ധനവാനുണ്ട്, ലാസറുണ്ട്. ധനവാൻ പട്ടുവസ്ത്രമൊക്കെ അണിഞ്ഞ് നല്ല ഭക്ഷണവും നല്ല ജീവിതവും നല്ല ആഹാരവും ഒക്കെ ആയിട്ട് പുള്ളി ജീവിക്കുക. എന്നാൽ ആ വ്യക്തിയുടെ എന്താ പറയുന്നത്, ഈ ഈ ഈ പടിവാതിൽക്കൽ, പടിപ്പുരയിൽ പട്ടി നക്കുന്ന വ്രണമുള്ള ലാസർ എന്ന പേരുള്ള ഒരു 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 എന്താ പറയുക, ഒരു പിച്ചക്കാരനെന്ന് വേണേൽ പറയാം, ആരുമില്ലാത്ത ഒരു വ്യക്തി. എന്നാൽ ഈ ധനവാന്റെ ഭവനത്തിൽ ഇദ്ദേഹം താമസിപ്പിച്ചു, പടിപ്പുരയിൽ താമസിപ്പിച്ചു, ആഹാരം കൊടുത്തു, എല്ലാ ദിവസവും അവിടെ തന്നെ ആ മനുഷ്യൻ താമസിച്ചു. രണ്ടുപേരും മരിച്ചു. ധനവാൻ ഒരു നല്ല പ്രവൃത്തിയൊക്കെ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ധനവാൻ എവിടെ ചെന്നു? ലാസർ എവിടെ ചെന്നു? നമ്മളാണെങ്കിൽ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ പടിപ്പുരയിൽ പട്ടി നക്കുന്ന വ്രണമുള്ള ഒരു യാചകനെ നമ്മൾ ഇരുത്തുവോ? എല്ലാ ദിവസവും നമ്മളവിടെ കിടക്കാൻ അനുവദിക്കുമോ? നമ്മൾ ആഹാരം കൊടുക്കുവോ? ഈ ധനവാൻ ഇതൊക്കെ കൊടുത്തതാ. പക്ഷെ ധനവാൻ കൊടുത്തത് ഈ നന്മ പ്രവൃത്തി ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്കുള്ള ചവിട്ടുപടിയല്ല. എന്ന് വെച്ച് നിങ്ങൾ ചെയ്യരുതെന്നല്ല ഞാൻ പറയണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവില്ലാതെ ഒരാൾ ഈ ലോകം മാറ്റപ്പെട്ടാൽ, നിങ്ങൾ സുനാമി വന്നു 100 കണക്കിനോ 200 വീടൊക്കെ നിങ്ങൾ വെച്ചു കൊടുത്തോ, പക്ഷെ ക്രിസ്തുവില്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അനുഗ്രഹമാകത്തില്ല. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ക്രിസ്തുവില്ലാതെ, ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാതെ ഒരാൾ ഈ ലോകം വിട്ടു പോയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതരുത്. അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലാണ്. അവൻ്റെ പേര് നസ്രായനായ യേശു ക്രിസ്തു എന്നാണ്. അത് തിരിച്ചറിയുക. അതുകൊണ്ട് ഞാൻ ശരിയായാൽ പോകാൻ പറ്റും, ഞാൻ കുറച്ചുകൂടെ ശരിയാകാനുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇത് എൻ്റെ മാത്രം പ്രശ്നമാണ്, ഞാൻ മാത്രം ശരിയാകേണ്ട പ്രശ്നമാണ്. ഇവിടെ കർത്താവിന് യാതൊരു എന്താ പറയുക, ഒരു റോളും ഇല്ല. നിങ്ങളൊന്ന് ശരിയായാൽ മതി, നിങ്ങൾക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മളെ അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇവിടെ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9, 10, 11 വാക്യം ഞാൻ ഓരോന്നും ഇങ്ങനെ വായിക്കാം. 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പം അവിശ്വാസമാണ് പാപമെന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസമില്ല, ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നതാ പാപം. അതുകൊണ്ട് അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും അവരെന്നെ കാണാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും. പിന്നെന്താ പറയുന്നത്? ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെ പറ്റിയും. ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടു കഴിഞ്ഞു പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ. അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾ അറിയണം. അപ്പം എന്താണ് പാപം? അവിശ്വാസം എന്നതാണ് പാപം. അതായത് ക്രിസ്തുവിന് വെളിയിലുള്ള ദൈവാന്വേഷണമാകാം, പ്രമാണ ലംഘനങ്ങളാകാം, അശുദ്ധികളാകാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നറിയാവോ? നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അനുതാപമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 2-ാമത്തെ കാര്യം പറയുന്നത് നീതി. അത് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും അവർ പിന്നെ എന്നെ കാണാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്നാണ് ഈശോ പറയുക. അപ്പം നീതി വിശ്വാസത്തിൽ നിന്നാണ് ഉടലെടുക്കുക. അപ്പം പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പം അത് നീതിയായി മാറുക. എങ്ങനെയാണ്? റോമാലേഖനം 5:1 പറയുന്നു,
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. എന്ന് വെച്ചാൽ വിശ്വാസം കൊണ്ടാണ് നീതീകരണം ഉണ്ടാകുക. ക്രിസ്തുവിൻ്റെ കുരിശുമരണം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, ഇതിലൊക്കെ നമ്മൾ വിശ്വസിച്ച് പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിലൂടെ ഒരു നീതീകരിക്കപ്പെട്ടാൽ എന്താണ് ഇവിടെ നമ്മൾ പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ നീതീകരണം നമ്മുടെ അകത്ത് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ക്രിസ്തു വഴി ഉള്ള ഒരു ഐക്യപ്പെടലാണ് അവിടെ സംഭവിക്കുക. അപ്പം ഇവിടെ എന്തില്ലാതായി? പാപത്തിൻ്റെ ആധിപത്യം നമ്മൾ നിന്നില്ലാതെയായി, പകരം കൃപയുടെ ആധിപത്യം നമ്മുടെ മേൽ കടന്നു വരികയാണ്. പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും കൃപയുടെ ആധിപത്യത്തിലേക്കുള്ള മാറ്റമാണ് വിശ്വാസമെന്ന വിശ്വാസത്തിലൂടെ നീതീകരണം പ്രാപിക്കുമ്പം ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വീണ്ടും റോമാലേഖനം 5:21 പറയുന്നു, പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപം മരണം കൊണ്ടുവരുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയുള്ള വിശ്വാസത്തിലൂടെ നീതീകരണം നമ്മൾ പ്രാപിക്കുമ്പോൾ അത് ക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്നു എന്ന് സെന്റ് പോൾ റോമാലേഖനത്തിൽ പറയുകയാണ്. അപ്പം പാപം എന്തു കൊണ്ടുവരുന്നു? മരണം കൊണ്ടുവരുന്നു, നിത്യജീവൻ ഇല്ല. കൃപ എന്തു കൊണ്ടുവരുന്നു? കൃപ നീതിയിലേക്ക് നമ്മളെ നടത്തുന്നു, നീതി നമ്മളെ നിത്യജീവനിലേക്ക് നടത്തുന്നു. ഇത് നിങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. റോമാലേഖനം 6-ാം വാക്യം പറയുന്നു, അവൻ്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിൽ അവനോട് നമ്മൾ ഐക്യപ്പെട്ടവരാകും. എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിക്കണം. പഴയ മനുഷ്യനെ ആ പാപപ്രവൃത്തിയോടുകൂടി കാൽവരിയിൽ യേശുക്രിസ്തു പാപത്തെ തകർത്തതുപോലെ നമ്മളങ്ങ് ക്രൂശിക്കണം. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. അതായത് ഇനിമേൽ എന്നിൽ ഞാനല്ല, എന്നിൽ എൻ്റെ ക്രിസ്തുവാണ് വസിക്കുന്നത് എന്ന് ഗലാത്യ 2:20 സെന്റ് പോൾ പറയുന്നത് പോലെ ആ പാപത്തിൻ്റെ പ്രവൃത്തികളോടുകൂടി ക്രൂശിച്ച് അതിൽ നിന്നും ക്രിസ്തുവിനോടൊപ്പം ക്രൂശുമരണത്തിൽ നമ്മളും പങ്കാളിത്തമെടുത്ത് ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ട് എന്ത് ചെയ്യണം? ആ പുനരുത്ഥാനത്തിലും ഐക്യമുള്ളവരായി നമ്മൾ മാറണം. അങ്ങനെ വരുമ്പോഴാണ് ഒരുവൻ ക്രിസ്തുവിൽ എത്തുന്നതും പുതിയ സൃഷ്ടിയായി മാറുകയും ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ അറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് കൃപയിലൂടെ നീതിയിലേക്ക് കടന്നു വന്ന് നിത്യജീവനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമുക്ക് പിന്നെ ഒരു ശിക്ഷാവിധിയില്ല. എന്ന് വെച്ചാൽ എൻ്റെ ശിക്ഷാവിധി തീരുമാനിക്കുന്നത് ഞാൻ യേശുക്രിസ്തുവുള്ള വിശ്വാസം പ്രഖ്യാപിച്ചാൽ ആ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് ഉന്നതത്തിലുള്ളവയെ ഞാൻ അന്വേഷിച്ചാൽ അത് കൊളോസോസ് 3:1 തൊട്ട് താഴേക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ക്രിസ്തു ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ അന്വേഷിക്കുമെന്നാണ് പറയണേ. അപ്പോൾ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവിടെയുള്ളതായിരിക്കും പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുക. ഈ ലോകം പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യത്തില്ല. അപ്പം നമുക്ക് ഒരു ന്യായവിധി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് വരത്തില്ല. അപ്പം നമുക്ക് ആ കൊളോസോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് താഴേക്ക് നമ്മളൊന്ന് വായിച്ചാൽ ഇങ്ങനെയാണ് അവിടെ ബൈബിൾ പറയുന്നത്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരുന്നു, പാപം വഴി നിങ്ങൾ മൃതരായിരുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തു വരും. ക്രിസ്തുവിനോടൊപ്പം ആ വിശ്വാസം നിങ്ങൾ ആ സ്വർഗത്തിലേക്കൊന്ന് നോക്കി ഉന്നതത്തിലുള്ളവയെ നിങ്ങളൊന്ന് ലക്ഷ്യം വെച്ചൊരു ജീവിതം നയിച്ചാൽ ക്രിസ്തു വരുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ ജീവനും ആ ക്രിസ്തുവിനോടൊപ്പം പ്രത്യക്ഷമാകുമെന്നാണ് ബൈബിള് വ്യക്തമാക്കുക. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17:21-22 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ പ്രാർത്ഥനയാണിത്. അവരെല്ലാവരും ഒന്നായിരിക്കുവാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്കും നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം
യേശുക്രിസ്തുവിന് ദൈവം കൊടുത്ത മഹത്വം യേശു നമുക്ക് തരികയാണ്. എന്തിനാണ് തരുന്നത്? നമ്മൾ ക്രിസ്തുവുമായി ഒന്നാകുവാൻ, ആ ഒരു ഐക്യപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം ക്രിസ്തുവിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. എന്തു കാര്യത്തിനും ക്രിസ്തുവിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം. നമ്മുടെ നീതി എന്ന് പറയുന്നത് നാം എന്തിന് മഹത്വം കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് കടന്നു പോവുക. നമ്മൾ ഈ ലോകത്ത് ആരെയുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മൾ ക്രിസ്തുവുമായി നമ്മളെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ലോകത്തുള്ള ഒരാളുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാ മനുഷ്യൻ, ഒരേപോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ ക്രിസ്തുവുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിൽ കുറവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എന്നായി പറയണം, ഈ ക്രിസ്തുവുമായി നമ്മളെ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പാപബോധം ഉണ്ടാകുന്നുവെങ്കിൽ, ഞാൻ ചെയ്തത് തെറ്റായി, എനിക്കൊരു മറ്റൊരു ക്രിസ്തു ആകുവാനുള്ള വിളിയുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ വരുന്നില്ല എങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഒരു നീതിബോധം ഉണ്ടെങ്കിൽ അത് പാപബോധത്തിലേക്ക് നമ്മളെ നടത്തും. എന്ന് വെച്ചാൽ പാപബോധം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പശ്ചാത്തപിച്ച് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് എന്താ പറയുക, യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു നീതി വെളിപ്പെട്ടാൽ, സക്കൈബൂസ് പറയുന്നുണ്ട്, ഞാൻ എന്താ പറയുക, പാതി ദരിദ്രർക്ക് കൊടുത്തേക്കാന്നാണ് പറഞ്ഞത്. കാരണം പുള്ളിയുടെ ഉള്ളിൽ ഒരു നീതിബോധം ഉണ്ടായി. അപ്പം ചെയ്തത് പാപമാണെന്ന് മനസ്സിലായി. അവിടെ പുള്ളി ക്ലിയർ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ബോധ്യം ലഭിച്ചാൽ ദൈവം എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റമൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ പറ്റുമെന്നേ. അതുകൊണ്ട് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പെട്ടെന്ന് ന്യായവിധിയെക്കുറിച്ച് നിങ്ങൾ രണ്ട് കാര്യം, അതായത് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ബൈബിൾ വ്യക്തമാക്കുക. അത് കാൽവരിയിൽ സാത്താൻ്റെ തലയെ തകർത്തു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവൻ്റെ തല തകർത്തു. നമുക്കെതിരെ എഴുതി വെച്ച സകല ലിഖിത നിയമങ്ങളെയും പരസ്യമായി കുരിശിൽ അവഹേളന പാത്രമാക്കി സാത്താൻ്റെ തലയെ തകർത്ത് അവൻ്റെ ആയുധങ്ങളെ നിരായുധമാക്കി ക്രിസ്തു കുരിശിൽ വിജയം പ്രഖ്യാപിച്ചു. അപ്പം അവിടെ അവൻ വിധിക്കപ്പെട്ടു. അപ്പോൾ ഇനി എന്നാ സംഭവിക്കുന്നറിയാമോ? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനിലേക്കും, വിശ്വസിക്കാത്തവർ ഒരു നരകത്തിൻ്റെ അഗ്നിയിലേക്ക്, അതായത് ശിക്ഷാവിധിയിലേക്കും കടന്നു പോകുമെന്നാണ് ബൈബിള് വ്യക്തമാക്കുക. അപ്പം എന്താ പറയുക, നമുക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രഖ്യാപിച്ച് സാത്താനുമായി എന്താ പറയുക, ഏതെങ്കിലും തരത്തിലൊരു ബന്ധം സ്ഥാപിച്ച മേഖലകളുണ്ടെങ്കിൽ എല്ലാം ഇന്ന് തകർക്കണം. നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്കുള്ള എന്ത് നമുക്കുണ്ടോ, അത് ധനമാകാം, അത് നമ്മുടെ വിദ്യാഭ്യാസമാകാം, നമ്മുടെ ബിസിനസ്സാകാം, എന്ത് നമുക്കുണ്ടോ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിന് കൊടുക്കണം. കാരണം ആത്മാവ് പിന്നീട് നമ്മളെ അങ്ങ് നടത്തും. പാപത്തെക്കുറിച്ച് പഠിപ്പിക്കും, നീതിയെക്കുറിച്ച് പഠിപ്പിക്കും, ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കും. അതുകൊണ്ട് ക്രിസ്തുവിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യായവിധിയില്ല. അല്ല, ക്രിസ്തുവിൽ ഒരു അവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഓർത്തോണം, ആത്മാവാ ജീവൻ നൽകുന്നത്. ഈ ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ല. ആത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ ജീവിച്ച പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിലാണോ, നിങ്ങൾക്ക് ന്യായവിധിയില്ല, നിത്യജീവൻ നിങ്ങൾക്ക് അവകാശമാണ്. ആ വലിയ സ്നേഹം കാൽവരിയിൽ നമുക്ക് വേണ്ടി ഒരുക്കിത്തന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് ചേർത്ത് വെക്കുക. ഒരു ലൗകിക മനുഷ്യനെ പോലെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ, ഒരു ആത്മീയ മനുഷ്യനെ പോലെ ഇത് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിത്യജീവൻ അവകാശിയാക്കി ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുക. ഉന്നതത്തിലേക്ക് കണ്ണുകളുയർത്തി ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിൽ നിന്നും കണ്ണെടുക്കാതെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.